ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ജനങ്ങൾ ഭയങ്കര ജനാധിപത്യ മര്യാദയോടുകൂടി ആണ്ടിലൊരിക്കൽ മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയാണ് വോട്ട്. അപ്പോൾ അതിൽ ജനങ്ങളാൽ തിരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റാണ് നമ്മളിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധികം സമയമായിട്ടില്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഭരണത്തിൽ കയറിയിട്ടുള്ളൂ, സമയം കൊടുക്കുക, നല്ലത് തന്നെ നടക്കും. ഇതിനകത്തുള്ള ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് 102 സീറ്റാണ് UDF ലഭിച്ചത്. വേടനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ എവിടെയാണ് ഈ കഴിഞ്ഞ ഗവൺമെന്റിന് വീഴ്ച പറ്റിയെന്ന് ഒരു പൊതു മണ്ഡലത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ വേടം വിലയിരുത്തുന്നത്? ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അത് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല. അപ്പോൾ അത് കാരണം അത് വലിയൊരു പരിപാടി, വലിയൊരു ക്യാൻവാസിൽ നടന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനെക്കുറിച്ച്. ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അല്ല സമയം കൊടുത്തേ പറ്റൂ. കാരണം അതിനുള്ള സമയമായിട്ടുള്ളൂ. കാരണം സൗത്ത് ഇന്ത്യയിൽ മൊത്തമായിട്ട് വലിയ രാഷ്ട്രീയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒന്നിലും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമുക്ക് സമയം കൊടുത്ത് തന്നെ കാത്തിരുന്ന് തന്നെ കാണാം. സാമൂഹ്യ വിഷയങ്ങളിൽ വേടൻ എഴുതുന്നതും പറയുന്നതുമായിട്ടുള്ള ആളാണ്. ഇപ്പോൾ മദ്യനയമാണെങ്കിലും കരിമണൽ ഖനനമാണെങ്കിലും UDF സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തി എന്നുള്ള നിലയിൽ ആ വിഷയങ്ങളിൽ എന്താണ് അഭിപ്രായം? കാത്തിരുന്ന് കാണാം നമുക്ക്. കാരണം ഇവിടെയുള്ള വോട്ട് ചെയ്ത ജനങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർക്ക് ചോദിക്കാനുള്ള ഇടം കൂടിയുള്ള ഒരു ജനാധിപത്യ നാടാണ് നമ്മൾ. കാത്തിരുന്ന് കാണാം.